CPM ആരോപണം ഉന്നയിക്കുന്ന ബി അശോകിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഇപ്പോൾ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ ഗവൺമെൻറ് IAS-കാരെ IPS-കാരെ ഏത് സ്ഥാനത്ത് നിയമിക്കണമെന്നുള്ളത് ആ ഗവൺമെൻറ്റിൻ്റെ പ്രൊറോഗേറ്റീവാണ്. CPM-ന് അല്ലെങ്കിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിന് അനഭിമിതരായിരുന്ന ആളുകളെ ഈ ഗവൺമെൻറ് ഒരു സ്ഥാനത്ത് വയ്ക്കാൻ പാടില്ല എന്ന് അവർ പറഞ്ഞാൽ അവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഞങ്ങൾ അവരുടെ കഴിഞ്ഞ ഗവൺമെൻറ്റിനെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ LDF സർക്കാരിൻ്റെ കൊള്ളരുതായ്മകളെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ശ്രീ ബി അശോക്. അദ്ദേഹത്തെ ഈ ഗവൺമെൻറ് സർവീസിൽ തിരിച്ചെടുത്തപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ പോസ്റ്റിംഗ് കൊടുക്കുക എന്നുള്ളത് ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഒരു ഭരണപരമായിട്ടുള്ളൊരു തീരുമാനമാണ്. അവർ വെച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവർക്കിഷ്ടമില്ലാത്ത ആളുകളെ നമുക്കിഷ്ടമില്ലാതായിരിക്കുക, അല്ലെങ്കിൽ അവർ വെച്ച ആളുകളെ നമ്മൾ തുറന്നുകൊണ്ടിരിക്കാനാണെങ്കിൽ പിന്നെ ഭരണം മാറേണ്ട കാര്യമില്ലല്ലോ. ഭരണം മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാറ്റം എല്ലാ തലങ്ങളിലും കാണും. പിന്നെ അതിന് ആളുകൾ അത് RSS ആണ്, സംഘപരിവാറാണെന്നൊക്കെ അവർ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആവില്ലല്ലോ.